Hi students, welcome to RANS Learning Portal. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ഇലക്ട്രോ കെമിസ്ട്രിയിലെ തുടക്ക ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഇക്വേഷന്റെ ഭാഗമാണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ബേസിക്കലി നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം. നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു സബ്സ്റ്റൻസിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അതുപോലെ ഒരു സബ്സ്റ്റൻസിന്റെ EMF ഓഫ് ദ സെൽ കാണാൻ പറ്റും. ഇ സെൽ അല്ലെങ്കിൽ EMF ഓഫ് സെല്ല് കാണാൻ പറ്റും. എപ്പോ അവിടെയാണ് പോയിന്റ്. അറ്റ് എനി കോൺസെൻട്രേഷൻ, ഏത് കോൺസെൻട്രേഷനിലും നമുക്കിത് കാണാം. ആൻഡ് അറ്റ് എനി ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറിലും കാണാം. ഗ്യാസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കോൺസെൻട്രേഷന് പകരം പ്രഷർ എന്നും പറയാറുണ്ട്. സോ ഏത് കണ്ടീഷനിലും, ഏത് കോൺസെൻട്രേഷനിലും, ടെമ്പറേച്ചറിലും, പ്രഷറിലും നിങ്ങൾക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യലും EMFും കാണണോ, അതിന് വേണ്ട ഇക്വേഷന്റെ പേരാണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതേപോലത്തെ വേറെന്തൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയും, അത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് EMF ആണ്. സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ വാല്യൂസ് കാണാനാണ് ഉപയോഗിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. എന്നാൽ അതല്ലാത്ത കണ്ടീഷനിലാണ് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കുക. നേൺസ്റ്റ് ഇക്വേഷന്റെ ഒരു ജനറൽ ഫോർമാറ്റ് പറയുകയാണെങ്കിൽ ജനറലി നമ്മൾ എന്നാണ് പറയുക. അത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് ഉപയോഗിക്കാം, EMF ആയിട്ട് ഉപയോഗിക്കാം. E0 മൈനസ് 2.303 RT by NF log QC എന്നതിൻ്റെ പേരാണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഇതിൽ E എന്ന് പറഞ്ഞതാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ EMF. E0 ആണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് EMF. ഇത് നമുക്ക് ഉപയോഗിച്ച് കിട്ടും, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഇനി R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്, F ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. അതൊക്കെ ഷോർട്ടാക്കി പറഞ്ഞത് ഈ ഇക്വേഷൻ വലിയ പ്രസക്തി ഇല്ല. ഇതിൽ N ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ആണ്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ട്രാൻസ്ഫർ ആകുന്ന ഇലക്ട്രോൺ എണ്ണാണ്. QC എന്ന് പറഞ്ഞതിന്റെ പേര് റിയാക്ഷൻ കോയിഷൻ എന്നൊക്കെയാണ്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, ഇത് കോൺസെൻട്രേഷൻ ഓഫ് P ബൈ കോൺസെൻട്രേഷൻ ഓഫ് R ആണ്. എപ്പോ? അറ്റ് എനി ടൈം. നിങ്ങൾ KC എന്ന് കേട്ടാണല്ലോ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അത് വേറെ, അത് കോൺസെൻട്രേഷൻ ഓഫ് P ബൈ കോൺസെൻട്രേഷൻ ഓഫ് R ആണ് അറ്റ് ഇക്വിലിബ്രിയം മാത്രം. ഇത് അറ്റ് ഇക്വിലിബ്രിയം അല്ല. എന്തിനാണ് 2.303 R-ഉം T-യും F ഒന്ന് ഞാൻ പറയാത്ത ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. നമുക്ക് ചോദിക്കുക 25 ഡിഗ്രി സെൽഷ്യസിൽ കാണാനാണ്, അതായത് 298 കെൽവിനിൽ കാണാനാണ്. അതാണ് റൂം ടെമ്പറേച്ചർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തിന്റെ വാല്യൂ ഓൾറെഡി ഫിക്സഡ് ആയതുകൊണ്ട് ഇത് മൊത്തം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു വാല്യൂ എഴുതി വെക്കാം. അപ്പൊ ഇതേ ഇക്വേഷൻ എങ്ങനെ വരുന്നറിയോ? E ഈക്വൽ ടു E0 മൈനസ് 0.0591 by N log QC എന്ന് വരും. ഇതാണ് എന്ത്? നേൺസ്റ്റ് ഇക്വേഷന്റെ ഷോർട്ട് ഫോർമാറ്റ്. ഇത് നമുക്ക് രണ്ട് എക്സാമ്പിൾ വഴി കണ്ടു നോക്കാം. ആദ്യം ഞാൻ കാണാൻ പോകുന്നത് ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ സിമ്പിൾ ആണ് കൊടുക്കുക. ഞാൻ സിമ്പിൾ കൊടുത്തിരിക്കുന്നത് Cu2 ബാർ Cu. അപ്പൊ Cu2 Cu ആകുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് Cu2 എന്നത് അക്വസ് ആയിരിക്കും. അത് 2 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ടാണ് Cu എന്ന സോളിഡ് ആയി മാറുക എന്ന റിയാക്ഷൻ നമ്മൾ എഴുതിയാൽ നിങ്ങൾക്ക് നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാം. Cu2 ബാർ Cu ഈക്വൽ ടു E0 Cu2 bar Cu
minus 0.0591 by n number of electron transferred അത് 2 ആണ് log QC concentration of product by reactant. സോളിഡിന്റെ കോൺസെൻട്രേഷൻ 1 കൊടുക്കാന്ന് പഠിച്ചിട്ടുണ്ടാവും. സോ 1 by concentration of Cu2 plus. അത് വേണമെങ്കിൽ തിരിച്ചിട്ടിട്ട് മൈനസ് ഒഴിവാക്കിയിട്ട് ചെയ്താൽ ഇങ്ങനെയാണ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ചെയ്ത. ഇതേപോലെ നമുക്ക് EMF ഓഫ് സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ നോക്കാം. നമുക്ക് പഠിക്കാനുള്ളത് സിങ്ക് കോപ്പർ ഡാനിയൽ സെല്ലാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ സെൽ റിയാക്ഷൻ അറിയണം. അത് ജസ്റ്റ് അവിടെ എഴുതുന്നുള്ളൂ. അത് എങ്ങനെ കാണുമെന്ന് ഞാൻ പറഞ്ഞില്ല. Zn solid plus Cu2 plus aqueous gives Zn2 plus aqueous plus Cu solid. ഇതാണ് EMF ഓഫ് സെല്ല് കാണാനുള്ള ഇക്വേഷൻ. E cell equal to E0 cell minus 0.0591 by number of electron transferred വേണ്ടേ. സിങ്ക് 2+ ആകുമ്പോൾ 2 ഇലക്ട്രോൺ ആണ് കൊടുക്കുക. ആ 2 ഇലക്ട്രോൺ അല്ലേ ഇവർ വാങ്ങിയത്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് 2 ആണ് ലോഗ്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട് സൈഡില് സോളിഡ് നിങ്ങൾ എഴുതണ്ട, ആ അക്വസ് എഴുതിയാൽ മതി. സിങ്ക് 2+ ബൈ ഇവിടെ നിങ്ങൾ സിങ്ക് എഴുതണ്ട, പകരം Cu2+ എഴുതിയാൽ മതി. കോൺസെൻട്രേഷൻ ഓഫ് Cu2+. ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക. അപ്പൊ നേൺസ്റ്റ് ഇക്വേഷൻ എന്താണെന്നും ബേസിക്കലി റിഡക്ഷൻ പൊട്ടൻഷ്യലിലും EMFലും അത് എങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസും അതുപോലുള്ള അപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും റാൻസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കണ്ട് നിങ്ങളുടെ എക്സാമിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക് യു.